ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 15/2023 ആണ്. 20 ക്വസ്റ്റ്യൻസ് വരെയാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത്. 21ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ നോക്കാം. അടുത്തയിടെ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ ഹ്വാസ്വാങ് 12 പരീക്ഷിച്ച രാജ്യം. അടുത്തയിടെ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ ഹ്വാസ്വാങ് പരീക്ഷിച്ച രാജ്യം ഏതാ? അത് ഉത്തര കൊറിയയാണ്. ഏതാണ്? ഉത്തര കൊറിയ. 2024 ISROയുടെ ആദ്യ ദൗത്യം ഏതാണ്? 2024 ISROയുടെ ആദ്യ ദൗത്യമാണ് PSLV C58 അഥവാ എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. ഏതാണ്? PSLV C58 അഥവാ എക്സ്പോസാറ്റ്. എക്സ്പോസാറ്റ് എന്ന് പറയുന്നത് എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നുള്ളതാണ്. എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ്. ഇത് 2024 ജനുവരി 1-നാണ് വിക്ഷേപിച്ചത്. എന്നാണ്? 2024 ജനുവരി 1-ന്. ജ്യോതിശാസ്ത്രത്തിൽ നൂതന ശാസ്ത്രീയ അവബോധം ലക്ഷ്യമിട്ടിട്ടുള്ള ISROയുടെ പദ്ധതിയാണ് ഇത്. ഈ പറയുന്ന PSLV C58 അഥവാ എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. ജ്യോതിശാസ്ത്രത്തില് നൂതന ശാസ്ത്രീയ അവബോധം ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ്. 2024 ഫെബ്രുവരി 17-ന് ISRO വിക്ഷേപിച്ച കാലാവസ്ഥ ഉപഗ്രഹം ഏതാ? 2024 ഫെബ്രുവരി 17-ന് ISRO വിക്ഷേപിച്ച കാലാവസ്ഥ ഉപഗ്രഹമാണ് GSLV F14 അഥവാ ഇൻസാറ്റ് 3DS. ഇൻസാറ്റ് 3DS അല്ലെങ്കിൽ GSLV F14 എന്ന് പറയുന്നത്. എന്തായിരുന്നു അത്? കാലാവസ്ഥ ഉപഗ്രഹം. വിക്ഷേപിച്ചത് 2024 ഫെബ്രുവരി 17-നാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാട്യശാസ്ത്രം എഴുതിയതാര്? നാട്യശാസ്ത്രം എഴുതിയത് ഭരതമുനിയാണ്. ആരാണ്? ഭരതമുനി. ഇന്ത്യൻ അവതരണ കലയുടെ പിതാവാണ് ഭരതമുനി. ഇന്ത്യൻ അവതരണ കലയുടെ പിതാവാണ് ആര്? ഭരതമുനി. നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള നൃത്തം ഏതാണ്? നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള നൃത്തമാണ് ഭരതനാട്യം. ഭരതനാട്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ നൃത്തമാണ്. ഇന്ത്യയുടെ ദേശീയ നൃത്തമാണേത്? ഭരതനാട്യം. ചലിക്കുന്ന കാവ്യം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എങ്ങനെയാണ്? ചലിക്കുന്ന കാവ്യം ഭരതനാട്യമാണ്. അപ്പൊ ചലിക്കുന്ന ശില്പവോ? അത് ഒഡീസി. ചലിക്കുന്ന കഥ കഥകളി. ചലിക്കുന്ന കാവ്യം ഭരതനാട്യം, ചലിക്കുന്ന ശില്പം ഒഡീസി, ചലിക്കുന്ന കഥ കഥകളി. 23ാമത്തെ ക്വസ്റ്റ്യൻ. 1857 ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത്. 1857 ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത് താന്തിയ തോപ്പി. ആരാണ്? താന്തിയ തോപ്പി. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം എന്താണ്? രാമചന്ദ്ര പാണ്ഡുരംഗ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ്. താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് സർ കോളിൻ ക്യാമ്പൽ. സർ കോളിൻ ക്യാമ്പൽ എന്ന് പറയുന്ന ബ്രിട്ടീഷ് സൈന്യാധിപനാണ് താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയത്. 1859 ഏപ്രിൽ 18-ന് മധ്യപ്രദേശിലെ ശിവപുരിയിൽ വെച്ചിട്ടാണ് താന്തിയ തോപ്പിയെ ബ്രിട്ടീഷുകാര് തൂക്കിലേറ്റിയത്. എന്നാണ്? ബ്രിട്ടീഷുകാർ താന്തിയ തോപ്പിയെ തൂക്കിലേറ്റിയെന്നാണ് 1859 ഏപ്രിൽ 18-ന് മധ്യപ്രദേശിലെ ശിവപുരിയിൽ വെച്ചിട്ട്. താന്തിയ തോപ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ശിവപുരിയിലാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ. തോമസ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തോമസ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റൺ. ഏതാണ്? തോമസ് കപ്പ് ബാഡ്മിന്റൺ. കൂടാതെ യൂബർ കപ്പ്, സുധീർമൻ കപ്പ്, യോനെക്സ് കപ്പ് ഇതെല്ലാം ബാഡ്മിന്റനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. തോമസ് കപ്പ്, യൂബർ കപ്പ്, സുധീർമൻ കപ്പ്, യോനെക്സ് കപ്പ് ഇതൊക്കെ എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ബാഡ്മിന്റൺ. ഫുട്ബോളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് യൂറോ കപ്പ്, ഡ്യൂറന്റ് കപ്പ്, FA കപ്പ്, സന്തോഷ് ട്രോഫി, കോപ്പ അമേരിക്ക, സുബ്രതോ കപ്പ്, റോവേഴ്സ് കപ്പ് മുതലായവ. ഏതൊക്കെയാണ് ഫുട്ബോളുമായിട്ടുള്ളത്? യൂറോ കപ്പ്, ഡ്യൂറന്റ് കപ്പ്, FA കപ്പ്, സന്തോഷ് ട്രോഫി,
കോപ്പ അമേരിക്ക, സുബ്രതോ കപ്പ്, റോവേഴ്സ് കപ്പ്. ഇനി ക്രിക്കറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് ആഷസ് കപ്പ്, രഞ്ജി ട്രോഫി, ദുലീപ് ട്രോഫി, ഇറാനി ട്രോഫി, വിജയ് ഹസാരെ ട്രോഫി, CK നായിഡു ട്രോഫിയൊക്കെ. ഏതൊക്കെയാണ്? ആഷസ് കപ്പ്, രഞ്ജി ട്രോഫി, ദുലീപ് ട്രോഫി, ഇറാനി ട്രോഫി, വിജയ് ഹസാരെ ട്രോഫി, CK നായിഡു ട്രോഫി. അതുപോലെ വോളിബോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശിവാന്തി ഗോൾഡ് കപ്പ്, കോണ്ടിനെന്റൽ കപ്പ് എന്നിവ. ഏതൊക്കെയാണ്? ശിവാന്തി ഗോൾഡ് കപ്പും കോണ്ടിനെന്റൽ കപ്പും വോളിബോളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? G. ശങ്കരക്കുറുപ്പ്. ആരാണ്? G. ശങ്കരക്കുറുപ്പ്. ഇന്ത്യയിലെ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് ഏത്? ജ്ഞാനപീഠ പുരസ്കാരം. ഇന്ത്യയിലെ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം. 1961 ശാന്തി പ്രസാദ് ജെയിൻ സ്ഥാപിച്ച ജ്ഞാനപീഠ ട്രസ്റ്റ് ആണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത്. 1961 ശാന്തി പ്രസാദ് ജെയിൻ സ്ഥാപിച്ച ജ്ഞാനപീഠ ട്രസ്റ്റ് ആണ് എന്ത് നൽകുന്നത്? ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകളിലെ സാഹിത്യ രചനകളാണ് ജ്ഞാനപീഠ പുരസ്കാരത്തിനായിട്ട് പരിഗണിക്കുന്നത്. എത്ര ഭാഷകളിലാണ്? 22 ഭാഷകളിലെ സാഹിത്യ രചനകൾ. അതായത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകളിലെ സാഹിത്യ രചനകളാണ് ജ്ഞാനപീഠ പുരസ്കാരത്തിനായിട്ട് പരിഗണിക്കുന്നത്. 1965 ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായിട്ട് നൽകിയത്. ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായിട്ട് നൽകിയത് എന്നാണ്? 1965. ഈ 1965 ആദ്യ ജ്ഞാനപീഠം ലഭിച്ചത് നമ്മുടെ G. ശങ്കരക്കുറുപ്പിന് തന്നെയാണ്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി സാഹിത്യകാരനാണ് G. ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിനാണ് ആദ്യ ജ്ഞാനപീഠം ലഭിച്ചതും. 6 മലയാളികൾക്ക് നിലവിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. എത്ര പേർക്കാണ്? 6 പേർക്ക്. 6 പേർക്കെന്ന് വെച്ചാൽ 6 മലയാളികൾക്ക്. മലയാളികളെ ആയിട്ടുള്ള ആരൊക്കെയാണ് കിട്ടിയതെന്ന് നമുക്ക് നോക്കാം. 1965 G. ശങ്കരക്കുറുപ്പാണ്, നമ്മളിപ്പോ പറഞ്ഞു. അദ്ദേഹത്തിന് ഓടക്കുഴലിനാണ് പുരസ്കാരം ലഭിക്കുന്നത്. അദ്ദേഹം കവിയാണ്. അത് കഴിഞ്ഞിട്ട് 1980 SK പൊറ്റക്കാടിന്, നോവലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു ദേശത്തിന്റെ കഥയ്ക്കാണ് 1980 ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. 1984 തകഴി ശിവശങ്കര പിള്ളയുടെ കയർ എന്ന് പറയുന്ന നോവലിനാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. 1995 MD വാസുദേവൻ നായർക്കാണ്, അദ്ദേഹം നോവലിസ്റ്റ് ആണ്, സമഗ്ര സംഭാവന പരിഗണിച്ചിട്ടാണ് പുരസ്കാരം നൽകിയത്. 2007 ONV കുറുപ്പിനാണ് ജ്ഞാനപീഠം ലഭിക്കുന്നത്. അദ്ദേഹത്തിനും സമഗ്ര സംഭാവന പരിഗണിച്ചിട്ടാണ് കൊടുക്കുന്നത്. അദ്ദേഹവും കവിയാണ്. 2019 ജ്ഞാനപീഠം ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അദ്ദേഹവും കവി. സമഗ്ര സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിനും പുരസ്കാരം ലഭിച്ചത്. 6 പേരെ ഒന്നുകൂടെ പറയാം. 1965 G. ശങ്കരക്കുറുപ്പിന് ഓടക്കുഴലിനാണ് പുരസ്കാരം ലഭിച്ചത്. 1980 SK പൊറ്റക്കാട് ഒരു ദേശത്തിന്റെ കഥയ്ക്ക്. 1984 തകഴി ശിവശങ്കര പിള്ളയ്ക്ക് കയർ എന്ന നോവലിന്. 1995 MD വാസുദേവൻ നായർക്കാണ് സമഗ്ര സംഭാവന. 2007 ONV കുറുപ്പ് സമഗ്ര സംഭാവന. 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരി, അദ്ദേഹത്തിനും സമഗ്ര സംഭാവന പരിഗണിച്ചിട്ടാണ് പുരസ്കാരം നൽകിയത്. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? സത്ലജ് നദിയിൽ. ഇതാണ് സത്ലജ്. സിന്ധു നദിയുടെ പോഷക നദികളിൽ ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് ഒഴുകുന്ന നദിയാണ് ഏത്? സത്ലജ് എന്ന് പറയുന്നത്. സിന്ധു നദിയുടെ പോഷക നദികളിൽ ഏറ്റവും തെക്ക് ഭാഗത്തായി ഒഴുകുന്ന നദിയാണ് സത്ലജ്. ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധുവിന്റെ ഏക പോഷക നദിയാണിത്. ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധുവിന്റെ ഏക പോഷക നദി ഏതാണ്? സത്ലജ്. ഹിമാചൽ പ്രദേശിലെ നാഥ്പ ചാക്രി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നതും സത്ലജിലാണ്.
അതുപോലെ ഇന്ദിരാഗാന്ധി കനാൽ, സിർഹിന്ദ് കനാൽ എന്നിവ സത്ലജിലെ പ്രധാന കനാലുകളാണ്. ഇന്ദിരാഗാന്ധി കനാല്, സിർഹിന്ദ് കനാല്. അതേപോലെ തന്നെ സത്ലജിനെ യമുന നദിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന കനാൽ പദ്ധതിയാണ് സത്ലജ് യമുന ലിങ്ക് കനാൽ. സത്ലജ് യമുന ലിങ്ക് കനാൽ. ഹിമാചൽ പ്രദേശിലെ കർച്ചം വാങ്തു ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നതും സത്ലജ് നദിയിലാണ്. ഹിമാചൽ പ്രദേശിലെ കർച്ചം വാങ്തു ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സത്ലജ് നദിയിലാണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഏത് കേന്ദ്രഭരണ പ്രദേശമാണ് 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായി പ്രവർത്തിക്കുന്നത്? ഏത് കേന്ദ്രഭരണ പ്രദേശമാണ് 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത്? ഏതാണ്? ചണ്ഡീഗഡ്. ഏതാണ്? ചണ്ഡീഗഡ്. ഏതൊക്കെ സംസ്ഥാനങ്ങളുടെയാണത്? പഞ്ചാബിന്റെയും ഹരിയാനയുടെയും. പഞ്ചാബിന്റെയും ഹരിയാനയുടെയും തലസ്ഥാനമാണ് ഏത്? ചണ്ഡീഗഡ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരമാണ് ചണ്ഡീഗഡ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം. ചണ്ഡീഗഡ് നഗരത്തിന്റെ ശില്പി ആരാ? ചണ്ഡീഗഡ് നഗരത്തിന്റെ ശില്പി ലേ കർബ്യൂസിയർ. ആരാണ്? ലേ കർബ്യൂസിയർ. ബ്യൂട്ടിഫുൾ സിറ്റി എന്നറിയപ്പെടുന്നത് ചണ്ഡീഗഡ് ആണ്. ബ്യൂട്ടിഫുൾ സിറ്റി ഏതാണ്? ചണ്ഡീഗഡ്. ഇന്ത്യയിലെ ആദ്യ അഡ്വാൻസ്ഡ് ഫോറൻസിക് ലാബ് ഏതാണെന്നറിയാമോ? ഇന്ത്യയിലെ ആദ്യ അഡ്വാൻസ്ഡ് ഫോറൻസിക് ലാബാണ് സഖി സുരക്ഷ അഡ്വാൻസ്ഡ് DNA ഫോറൻസിക് ലാബോറട്ടറി. ഏതാണ്? സഖി സുരക്ഷ അഡ്വാൻസ്ഡ് DNA ഫോറൻസിക് ലാബ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ചണ്ഡീഗഡിലാണ്. ആദ്യ അഡ്വാൻസ്ഡ് ഫോറൻസിക് ലാബ് സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ചണ്ഡീഗഡില്. ഏതാണ് ആ ലാബ്? സഖി സുരക്ഷ അഡ്വാൻസ്ഡ് DNA ഫോറൻസിക് ലാബ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 28ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഏത്? ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഏതാണ്? ഇറ്റാനഗർ. ഏതാണ് ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ. ഉദയസൂര്യന്റെ നാട്, അതുപോലെ പ്രഭാത കിരണങ്ങളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാ? അരുണാചൽ പ്രദേശാണ്. ഉദയസൂര്യന്റെ നാട്, അതുപോലെ പ്രഭാത കിരണങ്ങളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ചുവന്ന മലകളുടെ നാടെന്നാണ് അരുണാചൽ പ്രദേശ് എന്ന വാക്കിന്റെ അർത്ഥം. ചുവന്ന മലകളുടെ നാട്. ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം. സപ്ത സഹോദരികളിൽ ഏറ്റവും വലിയ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. സപ്ത സഹോദരികളിൽ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം ഏതാണ്? ഇന്ത്യയുടെ കിഴക്കേ അറ്റമാണ് കിബിത്തു. ഈ ഇന്ത്യയുടെ കിഴക്കേ അറ്റമായ കിബിത്തു സ്ഥിതി ചെയ്യുന്നതും അരുണാചൽ പ്രദേശിലാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റമായ കിബിത്തു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശില്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ലയാണ് ദിബാങ് വാലി. ഈ ദിബാങ് വാലി സ്ഥിതി ചെയ്യുന്നതും അരുണാചൽ പ്രദേശിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ലയായ ദിബാങ് വാലി സ്ഥിതി ചെയ്യുന്നതും അരുണാചൽ പ്രദേശിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദരവനം ഏതെല്ലാം നദികളുടെ നിക്ഷേപ പ്രവർത്തനം മൂലം രൂപപ്പെട്ടതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദരവനം ഏതെല്ലാം നദികളുടെ നിക്ഷേപ പ്രവർത്തനം മൂലമാണ് രൂപപ്പെട്ടത്? ഗംഗ, ബ്രഹ്മപുത്ര. ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ പ്രവർത്തനം മൂലം രൂപപ്പെട്ട ഡെൽറ്റയാണ് ഏത്? സുന്ദരവനം. ഇതിന് ഈ പേര് ലഭിക്കുന്നത് എങ്ങനെയാ? സുന്ദരി എന്ന ഇനം കണ്ടൽ ചെടിയുടെ പേരിൽ നിന്നാണ് സുന്ദരവനം എന്ന പേര് ലഭിക്കുന്നത്. ഏതാണ്? സുന്ദരി എന്ന ഇനം കണ്ടൽ ചെടിയുടെ പേരിൽ നിന്ന്. കണ്ടൽക്കാടുകളിൽ കടുവകളെ കാണാൻ കഴിയുന്ന ഏക പ്രദേശമാണ് ഏത്? സുന്ദരവനം. കണ്ടൽക്കാടുകളില് കടുവകളെ കാണാൻ കഴിയുന്ന ഏക പ്രദേശമാണ് സുന്ദരവനം. സുന്ദരവനം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. സുന്ദരവനം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ.
നിരവധി ജലജീവികളുടെയും റോയൽ ബംഗാൾ കടുവയുടെയും ഒക്കെ പ്രധാന ആവാസ കേന്ദ്രമാണ് സുന്ദർബൻസ് അഥവാ സുന്ദരവനം. നിരവധി ജലജീവികളുടെയും റോയൽ ബംഗാൾ കടുവയുടെയും പ്രധാന ആവാസ കേന്ദ്രമാണ് ഏത്? സുന്ദരവനം എന്ന് പറയുന്നത്. 30ാമത്തെ ക്വസ്റ്റ്യൻ, ഹിമാലയത്തിലെ സോജില ചുരം ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഹിമാലയത്തിലെ സോജില ചുരം ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്? ശ്രീനഗറിനെ കാർഗിലുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഏത്? സോജില ചുരം എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷനിൽ സിക്കിം ടിബറ്റും കൊടുത്തിട്ടുണ്ട്. സിക്കിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാ? അത് നാഥുല ചുരമാണ്. സിക്കിമിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് നാഥുല ചുരം. ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഏത്? ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം. ഏതാണ്? ഷിപ്കില ചുരം. ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപുലേഖ് ചുരം. ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ലിപുലേഖ് ചുരം. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് 30 ക്വസ്റ്റ്യൻസ് വരെയാണ് നോക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ചെയ്യാം. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.